ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിനി ചോക്കോ ലാവ കേക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെന്താ ഇത്ര വലിയ പേരെന്നൊന്നും ആലോചിച്ചാലും വിഷമിക്കേണ്ട, നല്ല സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. മുട്ടയില്ലാണ്ട് നമുക്ക് നല്ല കുഞ്ഞ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരില്ലേ, അത് പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ ഞാനിതിപ്പോൾ ഓവനിലോട്ട് വെക്കുകയാണ്. നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇങ്ങനെ മെൽട്ടാക്കി എടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല തിളച്ച 1 ടേബിൾ സ്പൂൺ പാലെടുത്താലും മതി കേട്ടോ. എന്നാലും അത് മെൽട്ടായിക്കോളും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മെൽട്ടാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഒരു 10 മിനിറ്റ്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ട് 10 മിനിറ്റ് വെച്ചിട്ടാണ് ഞാനിനി ഇത് എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലോട്ട് നമുക്ക് ഒരു 3/4 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. നോർമൽ പാലാണ് കേട്ടോ, നോർമൽ ടെമ്പറേച്ചറിലെ പാല്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ്, ഞാൻ ഇവിടെ ലെമൺ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഈ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴത്തേനും ഇതുപോലെ ഒരു തൈര് പോലെ ആവാൻ തുടങ്ങും, ഇങ്ങനെ കട്ട കെട്ടാൻ തുടങ്ങും. ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ മെൽട്ടായിട്ടുള്ള ബട്ടറോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറോ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ പാലെടുത്ത സെയിം ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചതാണ്. ഇതിലോട്ട് തന്നെ ഒരു തുള്ളി വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഓപ്ഷണലാണ് കേട്ടോ, ചോക്ലേറ്റിൻ്റെ ബാറ്റർ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് നിർബന്ധമില്ല. അപ്പം ഞാനിവിടെ വേറൊരു പാത്രത്തിലോട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് 1/2 ഗ്ലാസ് മൈദ, നമ്മൾ നേരത്തെ എടുത്ത സെയിം ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് മൈദ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ അതുപോലെ 1/4 ടീസ്പൂണാണ് ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് എല്ലാം കൂടെ മിക്സായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ എടുക്കുക, നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കാൻ ഇങ്ങനെ തന്നെയാണ് നമ്മൾ എടുക്കാറുള്ളത്. അതിനുശേഷം നമ്മൾ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഈ പൊടി കുറച്ചായിട്ട് നമ്മുടെ പാലുണ്ടല്ലോ അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നല്ലൊരു ബാറ്റർ ആക്കിയിട്ട് മാറ്റണം. അതിന് വേണ്ടി കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ഫസ്റ്റ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആക്കിയിട്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ പഞ്ചസാര പൊടിച്ച മിക്സിയുടെ ജാറാണ്, അതിലോട്ട് ഇതൊന്ന് ഒഴിച്ചോട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാം നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. അപ്പം ഞാൻ കണ്ടോ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ സാധാ പോലെയല്ലല്ലോ, മിനി ചോക്കോ ലാവ കേക്കാണ്. അപ്പോൾ കുഞ്ഞു കേക്ക്സാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഡലിയൊക്കെ ചുടുന്ന ആ പാത്രം ഉണ്ടല്ലോ അതിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതുപോലെ ബേക്ക് ചെയ്തെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഒന്നുകൂടെ നല്ലത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഉണ്ണിയപ്പ ചട്ടിയിൽ ജസ്റ്റ് ഒന്ന് എണ്ണ എല്ലായിടും ഒന്ന് പുരട്ടി കൊടുത്ത ശേഷം, എണ്ണയോ ബട്ടറോ ഏത് വേണേലും ആവാം, ഒന്ന് പുരട്ടി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 3/4 ഭാഗവും ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഓരോ കുഴിയിലായിട്ട് 3/4 ഭാഗവും ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഈ 3/4 ഭാഗം ബാറ്റർ ഞാനിപ്പോൾ എല്ലായിടത്തും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ 10 മിനിറ്റ് വെച്ചില്ലേ, ആ ചോക്ലേറ്റ് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒരു കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ കുഴിയിലും ഇതുപോലെ നടുവിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ബാക്കി കുറച്ചുകൂടി ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ആ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയുടെ ഓരോ കുഴിയും ഫില്ലാക്കി കൊടുക്കണം. ഇതുപോലെ നമ്മുടെ ആ ചോക്ലേറ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മുടെ ചട്ടിയിൽ നമ്മൾ നേരെ ഗ്യാസിൻ്റെ അടുപ്പിലോട്ട് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ചു വെക്കണേ. ഞാനത് ഇതിൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്ത ശേഷം ഇതുപോലെ മറിച്ചിടാം.
കണ്ടോ, അതിൻ്റെ ചോക്ലേറ്റ് മെൽട്ടായിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നല്ലോണം ഫില്ലായിട്ട് മുകളിൽ ബാറ്റർ ഒഴിക്കാത്തതുകൊണ്ടാണ് പുറത്ത് വന്നിട്ടുള്ളത്. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. ഇങ്ങനെ മറിച്ചിട്ട ശേഷം നമുക്കിത് ഒരു 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കുക്കിംഗ് ടൈം ആദ്യം 5 മിനിറ്റ്, അതിന് ശേഷം 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട്. അപ്പോഴത്തേനും നമ്മുടെ ചോക്കോ ലവ കേക്ക് ഇവിടെ റെഡി ആവും. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലെ ചോക്ലേറ്റൊക്കെ മെൽട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്